കാരണം ഇത്ര കാലം ഈ കുട്ടി എന്തുകൊണ്ട് ഇത് തുറന്ന് പറഞ്ഞില്ല? എന്തൊക്കെ മെന്റൽ ഡ്രോമ ആണെങ്കിലും ആസ് എ ഫ്രണ്ട് എന്ന രീതിയിൽ ഫ്രണ്ട്സിനോട് പറയാലോ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പറയാലോ, അല്ലെങ്കിൽ വിശ്വാസമുള്ള ആളോട് പറയാലോ. അവൻ തന്നെ പറയുന്നുണ്ട് രേണുവിന്റെ കല്യാണ സമയത്ത് ആ ഭയങ്കര രസമായിരുന്നു ആ ജീവിതം. പിന്നെ എവിടെയാണ് ആ ജീവിതം താളം തെറ്റിയത്? ആ സമയത്ത് ആ കുട്ടിക്ക് അത് പറയാറുന്നല്ലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ രേണുസുതിൻ്റെ വീഡിയോ ആണല്ലേ, മൊത്തം സോഷ്യൽ മീഡിയ മൊത്തം രേണുസുതിയുടെ വീഡിയോകളും കാര്യങ്ങളുമാണ് മൊത്തത്തിൽ. അപ്പോൾ രേണുവിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ജാസി വന്നിട്ടുണ്ട്. ജാസി എത്രത്തോളം സപ്പോർട്ട് ചെയ്യേണ്ട ആളാണെന്നുള്ളത് ജാസിയുടെ ഓരോ ഇതെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ജാസിയുടെ ജീവിതത്തിനും ജാസി ഇങ്ങനെ തന്നെയാണെന്ന് അറിഞ്ഞിട്ടാണോ ഒരു പെണ്ണിൻ്റെ ജീവിതം ജാസി തകർത്തത്, എന്നിട്ടാണ് ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ജാസി ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണെന്നുള്ളത് ജാസിക്ക് നേരത്തെ അറിയാം. എന്നിട്ടാണ് ജാസി ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു പെൺവേഷം കെട്ടി നടക്കുന്നത്. അപ്പോൾ ആ പറയുന്ന ജാസിയാണ് ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജാസി പറയുന്നത്, നേരത്തെ കിച്ചുവിന് പറയാമായിരുന്നല്ലോ, ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രായമല്ല കിച്ചുവിൻ്റെ, അപ്പോൾ പറയാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ല. ആ കുട്ടി പറയുന്നുണ്ടല്ലോ, എനിക്ക് അപ്പോൾ പറയാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയായിരുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെടലിൻ്റെ വേദന ആ ഒറ്റപ്പെട്ടവർക്ക് മാത്രമേ ആ ഒറ്റപ്പെടലിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന നമ്മൾക്കൊന്നും ആ ഒരു ഇത് മനസ്സിലാവില്ല. അപ്പോൾ ആ ഒറ്റപ്പെടൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കിച്ചുവിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അവന് അന്ന് നല്ല ഇതായിരുന്നു, അപ്പോൾ എനിക്ക് പറയാൻ തോന്നിയില്ല. പിന്നെ അവനക്ക് പല പ്രശ്നങ്ങളും വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ അവൻ മാറി എന്താണ് അകന്ന് ഓരോ വീഡിയോസിൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് അകലം പാലിച്ചിട്ടാണ് രേണുവിൻ്റെ അടുത്ത് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അളക്കാൻ പറ്റില്ല. അന്ന് പറയാൻ പറ്റിയ ആ ഒരു സിറ്റുവേഷനും സാഹചര്യം ആയിരിക്കില്ല അവനക്ക്. ഇപ്പോൾ ഇത്രത്തോളം വളർന്ന് വലുതായി അവനക്ക് എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ കുറേ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവനക്ക് കുറച്ച് ധൈര്യം വന്നിട്ടുണ്ടാകും. ആ ധൈര്യത്തിൻ്റെ പുറത്തായിരിക്കും എനിക്ക് ഇന്ന പോലെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് കിച്ചു പറയുന്നത്. എന്തായാലും ജാസി പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഒന്നാമത് കിച്ചു എന്ന് പറയുന്നത് ചേച്ചിയുടെ സ്വന്തം മോനല്ല. സുധേട്ടന്റെ മൂന്നാമത്തെ കല്യാണത്തിനുണ്ടായ കല്യാണമാണ് രേണു ചേച്ചിനെ. ഫസ്റ്റ് കല്യാണത്തിന്റെ അതിലത്തെ മോനാണ് കിച്ചു. അതിന് രണ്ടാമത്തെ കല്യാണം, പിന്നെ മൂന്നാമത്തെ കല്യാണത്തിലാണ് രേണു ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു രേണു, ഒരു മൂന്നാനമ്മ ഒരു മോനെ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്, ആ രീതിയിൽ രേണു ചേച്ചി നന്നായിട്ട് ആ കുട്ടീനെ നോക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ 300 രൂപ 200 രൂപ ഒന്നുമല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട വ്യക്തി, അപ്പോൾ എനിക്കത് പറയാം. കാരണം എനിക്ക് അതിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ജാസി പറയുന്നത് പൈസ ഒക്കെ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പൈസ മാത്രമല്ല ഒരു ലൈഫ് എന്ന് പറയുന്നത്, പൈസ മാത്രമല്ല. അപ്പോൾ അവനക്ക് കിട്ടേണ്ടിയിരുന്ന ആ ഒരു ഇത് ഇപ്പോൾ ഒന്നാം അമ്മയിൽ നിന്നാണെങ്കിലും അവൻ്റെ പെറ്റമ്മയിൽ നിന്നാണെങ്കിലും രണ്ടാം അമ്മ വന്നപ്പോഴും മൂന്നാം അമ്മ വന്നപ്പോഴും അവനക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവനക്ക് ആ ഒരു നല്ലൊരു അവസ്ഥയായിരുന്നെങ്കിൽ ആ കിച്ചു എന്ന് പറയുന്ന വ്യക്തി എന്താണ് രേണുവിൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നില്ല, ഋതപ്പൻ്റെ കൂടെ ആ ഒരു വീട്ടിൽ തന്നെ അവർ നിൽക്കുമായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ആ ഒരു അവസ്ഥ മോശമായത് കൊണ്ടാണ് ആ കൊച്ച് അവിടെ നിൽക്കാതെ സുധിയുടെ അമ്മയുടെ കൂടെ അവൻ വന്ന് നിൽക്കുന്നത്. സുധി ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നു. ഇപ്പോൾ സുധി മരിച്ചതിന് ശേഷമാണ് കിച്ചു മാറി താമസിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിത്തത്തിൻ്റെ കാര്യം അതൊക്കെ ആയിട്ടാണ് മാറി താമസിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നുമല്ല, ഇവനക്ക് ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നു. അത് മുഖേന ഡ്രഗ്സിന് അടിമയാകേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് കിച്ചു മാറുന്നത്. എന്താണ് ഒരിടത്ത് നിന്ന് നമ്മൾ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ, ഇപ്പോൾ ബന്ധുക്കാരാണെങ്കിലും എല്ലാവരും കൂടെ നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്ത് നമ്മൾ ആകെ തകർന്നു പോകും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത് കിട്ടില്ല. എവിടെയും ഒരു കൈത്താങ്ങില്ലാതായി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. ഒരു റൂമിനകത്ത് ഗെയിം മാത്രം കളിച്ചിരിക്കുന്ന ആ ഒരു കുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. നമുക്കതൊന്നും അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാവുള്ളൂ. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കും. അവരുടെ കയ്യിൽ അവരുടെ ലൈഫിൽ ഫസ്റ്റ് വന്ന കുഞ്ഞാണത്. അതിനുശേഷമാണ് ഋതപ്പൻ വന്നേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് അവര് ഒരമ്മ സ്ഥാനം അവര് നൽകിയതും ഒരു മകനായിട്ട് അവർ സ്വീകരിക്കുകയും ചെയ്തേക്കുന്ന ഈ കുട്ടീനെയാണ്. അപ്പൊ അത്രമാത്രം അവർക്കത് വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് എന്തോ ചുറ്റുപാടുള്ള ആരൊക്കെയോ കൂടിയിട്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പൈസ കൊടുക്കാന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് മാറ്റിയ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇപ്പോൾ ഇവരെല്ലാവരും ഈ കമ്മ്യൂണിറ്റിക്കാരെല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് ഇപ്പോൾ കിച്ചുവിനെ കുറ്റം പറയണം. ഇപ്പോൾ പൈസ കൊടുത്ത് ഒരാൾക്ക് ഇത്രയും വലിയ മീഡിയേൻ്റെ മുമ്പിൽ, സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും പൈസ കൊടുക്കാതെയാണെങ്കിലും സോഷ്യൽ മീഡിയയാണ്, അത് നാളെ അതും എന്താണ് സത്യം പുറത്ത് വരും. അതുകൊണ്ട് കിച്ചുവിന് അങ്ങനെ നുണ പറഞ്ഞ് ഒരു പൈസേൻ്റെ പുറത്ത് കിച്ചുവിന് നുണ പറഞ്ഞിട്ട് ഈ ഒരു ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും അവൻ അനുഭവിച്ച ആ ഒരു വേദനയാണ് അവൻ അവിടെ പരാമർശിക്കുന്നത്. അല്ലാതെ അവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറയുന്നതോ അല്ലാതെ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കുന്നതോ ഒന്നുമല്ല. രേണുവിൻ്റെ ആ ആക്ടിങ് ആണ് എന്നുള്ളത് എല്ലാ വീഡിയോസുകളും എടുത്ത് നോക്കുമ്പോഴും മനസ്സിലാവും. എന്താ പറയുക, ക്യാമറ കണ്ണുകൾ കാണുമ്പോൾ മാത്രം ഒരു കാട്ടിക്കൂട്ടലും ഇതൊക്കെ കാണുമ്പോൾ സമയത്ത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കിച്ചു പറയുന്നുണ്ട് അച്ഛൻ്റെ ബോഡി പോലും അവനക്ക് കൊല്ലത്തടക്കാനായിരുന്നു ആഗ്രഹം, പക്ഷേ അമ്മ അതിനൊന്നും സമ്മതിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത്രത്തോളം ആ കൊച്ച് സ്വന്തം അച്ഛൻ്റെ ആ ഒരു ഇതുപോലും ആ കുഞ്ഞിന് അനുഭവിക്കാൻ ഇതായിട്ടില്ല. രേണു പല വിധേനയും അകറ്റി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് രേണു അവിടെ പരാമർശിക്കുന്നത്. എന്താണ് ഇപ്പം അമ്മ ജീവിച്ചിരിക്കുകയല്ല ആ കുഞ്ഞിന് അനാഥയാകേണ്ട വന്നിരിക്കുന്നത്. അപ്പം അമ്മ ഉപേക്ഷിച്ച് പോയി, അമ്മയുടെ സ്നേഹമൊന്നും അവന് കിട്ടിയിട്ടില്ല. ഏതെങ്കിലും ഒരിടത്ത് ഒരു സ്നേഹം കിട്ടുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് എവിടെയും സ്നേഹം കിട്ടാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ കുഞ്ഞു നാളിലെ തന്നെ അമ്മ ഇട്ടേച്ച് പോയി. അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയില്ല. പിന്നെ രണ്ടാമത് ഒരമ്മ വന്നു, ആ അമ്മയിൽ നിന്നും സ്നേഹം കിട്ടിയില്ല. മൂന്നാമത് അമ്മ വന്നു, ഫസ്റ്റൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വിചാരിച്ചു നല്ല സ്നേഹമായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നീട് അങ്ങോട്ട് അവനക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് ആ ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രം ആ ഒരു വ്യക്തി അങ്ങനെ പറയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കിച്ചുവിനെ സംബന്ധിച്ച് അങ്ങനെ തോന്നുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും സത്യം പുറത്ത് വരട്ടെ. ഇപ്പോൾ കിച്ചു നുണ പറയുകയാണെങ്കിലും ആരുടെ ഭാഗത്താണ് ശരിയാണെങ്കിലും സത്യമാണെങ്കിലും ഇപ്പോൾ എന്താണെങ്കിലും എങ്ങനെ വന്നാലും രേണുവിനെ മാത്രം എല്ലാവരും കുറ്റം പറയില്ല. എന്താണെന്ന് ചോദിച്ചാൽ ആ വീട് വെച്ചത് തുടങ്ങിയിട്ടുള്ള ആ ഒരു പ്രശ്നം ഇതുവരെയും രേണുവിൻ്റെ കുറ്റങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. രേണുവിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കിച്ചു ഈ ഒരു ഇത് പറഞ്ഞപ്പോഴും കൂടുതലായിട്ട് കിച്ചുവിനെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഫിറോസും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കിച്ചു വാ തുറന്നു, ഇനി കിച്ചുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഫിറോസും അതുപോലെ ഷെഫീന ബീവി പറയുന്നത് പോലെ ചെയ്യിപ്പിക്കുകയാണ് എന്ന് അത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കുട്ടിക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും അധികം താമസിയാതെ തന്നെ സത്യം പുറത്ത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുമാത്രം ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.